മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഒരു ഹാപ്പി സൺഡേ ആണ്. ആൻഡ് ഇന്നത്തെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ്, ആക്ച്വലി ഡേ ഇൻ ഓൾ ഓഫ് അവർ ലൈഫ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഡേ മോസ്റ്റ്ലി കുറച്ച് കൂടുതൽ ഗാർഡനിങ് ആൻഡ് വെറുതെ ഹാങ് ഔട്ട് ചെയ്യുക എന്നുള്ള പേർപ്പസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ സൺഡേ ആൻഡ് സൺഡേസ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെറുതെ രാവിലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന കേട്ടോ. സൺഡേ എല്ലാവരും ഉണ്ടാവും. ദാറ്റ് ഈസ് മൈ മദർ ഇൻ ലോ വിൽ ബി ഹോം. അപ്പം ഷീൽ ബി ഡൂയിങ് കുറേ എറൻസ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് നടക്കുമ്പം ഞാനും വെറുതെ കൂടെ നടക്കും. ആൻഡ് എനിക്ക് എൻ്റെ കൃഷി ആൻഡ് എൻ്റെ ചെടികൾ രാവിലെ തന്നെ പോയി ഒന്ന് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വീഡ്സൊക്കെ ഞാൻ നുള്ളിക്കളയാണ്. അതിനകത്ത് എന്തെങ്കിലും പെസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ, അതെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു ടൈമും കൂടിയാണ് രാവിലെ തന്നെ. അപ്പം ഇതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു സാപ്ലിങ്സ് ആണ്, പക്ഷെ എല്ലാം ഞാൻ വിത്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇവരിപ്പോൾ ഭയങ്കര വലുതായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇവർ കുറച്ച് മുന്നേ ഒരു കുഞ്ഞു കുഞ്ഞി എന്താ പറയുക സീഡ്ലിങ്സ് അല്ലായിരുന്നു. അപ്പം എനിക്ക് കുറേ ചട്ടികളിൽ പല പല എന്താ പറയുക പല പല വിത്തുകൾ ഞാൻ എക്സ്പെരിമെൻ്റലായിട്ട് ഇട്ടതും, പിന്നെ എനിക്ക് ഈ നമ്മളെ നാടൻ പല ചെടികളുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിത്ത് മുളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പല വെറൈറ്റി ഓഫ് തക്കാളികൾ, പല വെറൈറ്റി ഓഫ് മുളകുകൾ അതൊക്കെയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ സീഡിൻ്റെ ആ ഒരു പുറത്തത്തെ കവറിങ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മെല്ലെ ആ ചെടീനെ ഹാം ചെയ്യാണ്ട് മെല്ലെ ഞാനത് ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. ഇവിടെ റെഡ് മണ്ണായതുകൊണ്ട് ഈ സീഡിൻ്റെ ആ പുറത്തത്തെ കവറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ശത്രുക്കളാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാനിട്ട വിത്തുകളൊക്കെ ഇവർ തൂക്കിക്കൊണ്ട് പോകും. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ ആൻഡ് ചായ. എൻ്റെ ഇത് വെറുതെ ടി വിയൊക്കെ കണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെയും പുറത്തിറങ്ങുമ്പോഴത്തേക്കും വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെ ഡോഗീസൊക്കെ രാവിലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ വികൃതിയിലായിരുന്നു ഇവിടെയൊക്കെ കണ്ട ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടത്. അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി ഇതാണ്. ഇങ്ങനെ ഇതൊക്കെ അവരുടെ ടോയ്സ് ആട്ടോ. ഈ ചപ്പലും അതുപോലെ ഈ ബോളും ഒക്കെ കാണുമ്പം എന്താണെന്ന് തോന്നും, പക്ഷെ ഇതൊക്കെ അവരുടെ ടോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ടോയ്സാണ്. അപ്പം ഞാൻ ഓരോ ചെറിയ എറൻസൊക്കെ റൺ ചെയ്ത് രാവിലത്തെ. പിന്നെ എനിക്ക് ഒറിഗാമി ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നിയിട്ട് ഇത് ഞാൻ പഠിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ്. ഈ ഒരു ഫ്ലവർ കുറച്ചൊന്ന് ഹൊറിസോണ്ടലായി പോയിട്ടൊരു സർക്കിളായിട്ടൊന്നും എനിക്ക് അത് എല്ലാം കൂടി വെച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് പോയ ഒരു ഇതിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത്. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം ഞാൻ വെറുതെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊരു പ്രഷറൊക്കെ കൊടുത്ത് ഞാൻ അതിനെ വട്ടമാക്കി എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ഒറിഗാമി ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട്. എനിക്കതുപോലെ ക്രെപ്പ് പേപ്പർ ഉണ്ടല്ലോ, ക്രെപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സ് അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പേപ്പറിൽ പഠിച്ചാൽ യൂസ്ഫുൾ ആവും തോന്നി. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ എന്തോ കണ്ടപ്പം വാങ്ങി വെച്ച കുറച്ച് കട്ടൗട്ട് പേപ്പേഴ്സാണ്, കളർ പേപ്പേഴ്സാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിങ്ങനെ വെറുതെ ഓരോ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് അത് വെറുതെ നോക്കിയിരുന്ന് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഉള്ളൊരു പ്രോബ്ലമാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ക്രോണിക്കലി ഓൺലൈനായിട്ടുള്ള ഒരാളായിട്ട് മാറിയെന്നല്ല, ശരിക്കും പറഞ്ഞാൽ പണ്ടേ അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഫോൺ എപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞാൻ അപ്പോഴൊക്കെ ക്രോണിക്കലി ഓൺലൈനാണ്. ഞാൻ ഈ പോസ്റ്ററൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ ഇടയ്ക്ക്. എനിക്ക് എന്താ പറയുക, ഞാൻ ഇരിക്കുമ്പം ഞാൻ കുറച്ച് കൂടുതൽ ഇങ്ങനെ കുനിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പോസ്റ്ററൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പം വെറുതെ ക്യാമറ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് തോന്നി. അപ്പോൾ ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക. വീഡിയോ എടുക്കണമെങ്കിൽ ഇതാണ് എൻ്റെ കോലം. ഇത് എന്തോ ഒരു കഷ്ടമാണ്. ഇതിപ്പം ഈ 2 പ്രോഡക്റ്റിൻ്റെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ എടുക്കേണ്ട സെറ്റപ്പ്. ഞാൻ ഇവിടെ ഫോൺ വയ്ക്കും, ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ
ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നായിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിച്ച് പറിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ ഓർഗനൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ബെഡും മൊത്തം മോശമായി, മൊത്തം കുളമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ കൂട്ടിന് എന്താ അവിടെ കുഞ്ഞോറുമാണ് ഉള്ളത്. അപ്പം ഇതാ മടക്കി വെക്കാനുള്ള തുണികളുണ്ട് ഇവിടെ. ഫുൾ ഒരു അലങ്കോലാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് ഇതൊന്ന് പോയി ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇത് മോര് പുളിച്ചത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതാട്ടോ. അത് കുറച്ച് കായം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ചെടികളിലൊക്കെ ഈ പെസ്റ്റ് വരുന്നത് കുറച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ഒരു സീഡ് സേവേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വാങ്ങിച്ച ഇത് ബ്ലാക്ക് ടേമറിക്കാണ് തോന്നുന്നത്. പിന്നെ ബാക്കി സാധാരണ ടേമറിക്കും ചേന കാച്ചിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്താണത്. അപ്പോൾ അതൊക്കെ ഇനി നടണം. അപ്പോൾ ഇതാണ് ഗോനുക്കുട്ടനെയും കൊണ്ട് ഞാനിവിടെ കുറച്ച് ഹാങ് ഔട്ട് ചെയ്യാൻ വന്നതാണ്. ഇപ്പോഴത്തേക്ക് ഈവനിങ് ആയി. അപ്പോൾ എനിക്ക് ചെടി നനയ്ക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാനും ഗോനുവും കൂടി ഈ ബോഗൻവില്ലേൻ്റെ ചോട്ടിലിരുന്ന് എന്താ പറയുക, ഞാൻ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഓരോ കളികൾ ചിരിക്കും. ഗോനു ഇങ്ങനെ അവിടെ കിടക്കും. പിന്നെ ഗോനുവിനെ അഡ്വെഞ്ചറസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഗോനു എണീച്ചിട്ട് ഗോനു ഇങ്ങനെ നടക്കും കേട്ടോ, കുറേ റോട്ടിലൊക്കെ നടക്കും. പക്ഷേ ഈവനിങ്സിൽ ഗോനുവിന് കുറച്ചൊരു മടിയാണ്. അപ്പോൾ ഗോനു ഇപ്പോൾ എന്തോ ഒരു സാധനത്തിനെ പുല്ലിൻ്റെ ഇടയിൽ കണ്ടിട്ട് എന്നെയും കൂട്ടി പോയതാണ്. അതിൻ്റെ ഉള്ളിൽ അതിനെ പിടിക്കാനോ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു മാവിൽ ഞാൻ പ്രൂണൊക്കെ ചെയ്ത് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടായതാണ്. അതിൻ്റെ ചുറ്റും പൂവുണ്ടാവാനുള്ള ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പൂവായി ഫീമെയിൽ ഫ്ലവേഴ്സ് എത്ര ഉണ്ടാവും, ആ ഫീമെയിൽ ഫ്ലവേഴ്സിന് എത്ര മാങ്ങ ഉണ്ടാവും, മാങ്ങയിൽ എത്ര ഇത് സ്റ്റേ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്കത് ഇത്തിരി ഫാസിനേറ്റിംഗ് ആയി തോന്നി. അപ്പം എല്ലാം പിന്നെയും ഗോനുവിൻ്റെ നടത്തങ്ങളാണ്. അപ്പം ഞാൻ ഗോനുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ഈ ഹാർനസ്സും ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുക. ഹാർനസ് അല്ല, സാധാരണ നോർമൽ കോളറും ലീഷുമാണ്. ഹാർനസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഗോനുവിന് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് കിട്ടിയിട്ടില്ല. ഗോനു അതിൽ നിന്ന് വേഗം ഊരിപ്പോകാനൊക്കെ നോക്കും. ഇതാകുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡമും ഉണ്ട്, ഇങ്ങനെ നടന്നവന് ശീലവും ഉണ്ട് നല്ലോണം. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് സിമ്പിളായിട്ടൊക്കെ തോന്നുകയും സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ടൈം പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോകും. അത് അപ്പീലിംഗ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനൊക്കെ ഞാനൊക്കെ പേഴ്സണലി എപ്പോഴും മറക്കും, ഞാൻ എത്ര ആലോചിച്ചാൽ തന്നെയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വെറുതൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്താറായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഞാൻ വീട്ടിലെത്താറായപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാ ഞാൻ ഇന്നെന്തോ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ എടുക്കുന്നില്ലായിരുന്നു എന്ന്. അങ്ങനത്തെ മറവി കൊണ്ട് തന്നെ എൻ്റെ ഡേയിൻ്റെ മിക്ക പോർഷനും ഈ വീഡിയോയിലില്ല. പക്ഷേ എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. സോ ഇഫ് യു ലൈക്ക് ദറ്റ്, ഡു subscribe and check out other videos. So bye, we'll see you with another vlog. Bye bye.